കറണ്ട് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ കറണ്ട് ട്രൂ ഫീലിങ്സ് എന്താണ്, അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവരവരുടെ വിഷമങ്ങളൊന്നും തന്നെ ഓവറായിട്ട് നിങ്ങളോട് പറയുന്നില്ല, അല്ലെങ്കിൽ ആരോടും തന്നെ അവരുടെ വിഷമങ്ങൾ എന്താണ്, അവരുടെ മനസ്സിൽ എന്തിനാണ് അവർ ഇത്രയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നതെന്ന് പോലും അവരാരോടും എക്സ്പ്രസ് ചെയ്യുന്നില്ല. അവരവരുടെ ഫീലിങ്സ് ഒക്കെ തന്നെ ഒതുക്കി വെക്കുന്നുണ്ട്. സോ അത്രയധികം ഒരു ഒരു വിഷമം അവരുടെ ലൈഫിൽ ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. സൈലൻസ് ആയിട്ട് തന്നെ, ഭയങ്കര നിശബ്ദമായിട്ട് തന്നെ അവരവരുടെ വിഷമങ്ങളെ അവർ കടിച്ചമർത്തുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്കത് ഒന്ന് ആരോടെങ്കിലും പറയാനോ അല്ലെങ്കിൽ ആരുമായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ പോലും സാധിക്കാത്ത രീതിയിലായിരിക്കും അവരുടെ ഒരു പ്രയാസം അനുഭവിക്കുന്നത്. അതുപോലെ തന്നെ ഒരു നത്തിങ്ലെസ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മേ ബി ഇവരുടെ ലൈഫിൽ നിന്ന് ഇവർക്ക് വേണ്ടപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ നിങ്ങളായിക്കോട്ടെ, ഒക്കെ തന്നെ ഇവരുടെ ലൈഫിൽ നിന്ന് പോയത് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു നോക്ക് ഔട്ട് സിറ്റുവേഷനിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ കൂടുതൽ പേരുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഒരു നിങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ലൈഫിലുള്ള അവരുടെ ഒരുപാട് ലോസ് ഫീലിങ്സ് അവർക്ക് തോന്നുന്നുണ്ട് ഈ ഒരു സമയത്ത്. അവർക്ക് ഒരുപാട് ഫിനാൻഷ്യലി ഒരുപാട് നഷ്ടം ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ജോലിയിൽ അങ്ങനെ ഒരുപാട് നഷ്ട സാധ്യതകൾ, അല്ലെങ്കിൽ ഒരു ലോസ് ഫീലിങ്സ് ആണ് അവർക്ക് ഇപ്പോൾ കൂടുതലായിട്ട് ഉള്ളതെന്നാണ് ഇവിടെ മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു പോസ്റ്റ്പോൺമെന്റ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാർഡിന്റെ എനർജി നോക്കുകയാണെങ്കിൽ അവരുടെ ലൈഫിൽ ചിലപ്പോൾ അവർക്ക് നിങ്ങളെ കോൾ ചെയ്യണമെന്നോ മെസ്സേജ് ചെയ്യണമെന്നോ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരണമെന്നോ ഒക്കെ തന്നെ അവർക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുന്നുണ്ട്. അവർ മാറ്റി വെക്കുന്നുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ. കാരണം ഒന്നിനും, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. അവർ ഓർക്കുന്നുണ്ടായിരിക്കാം നിങ്ങളോട് ഇനിയും ഒരു കമ്മിറ്റ്മെന്റിന് വന്നാൽ നിങ്ങൾ അവരെ അവോയ്ഡ് ചെയ്യുമോ, അവരവരുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങളിൽ നിന്ന് ഒരു അകൽച്ച കാണിച്ചത്. സോ അത് അവർ നിങ്ങളോടുള്ള ഇഷ്ടക്കുറവായിട്ട് കരുതിയിട്ട് ഇനി നിങ്ങൾ അവരെ അവോയ്ഡ് ചെയ്യുമോ, അവരെ കംപ്ലീറ്റ്ലി ഒരു നോ പറയുമോ. ചിലപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊരു നോ പറഞ്ഞാൽ അത് കേൾക്കാനുള്ള ഒരു ശക്തി ഇവർക്ക് ഉണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ അവർ പല കാര്യങ്ങളും, അവരുടെ ലൈഫിൽ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഉണ്ടാവേണ്ടതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കാം. സോ അതൊക്കെ തന്നെ അവർ പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ട്രെസ് കാർഡ് കിട്ടിയിട്ടായിരുന്നു. അവർ ഈ ഒരു സമയത്ത് ഒരുപാട് സ്ട്രെസ്സായിട്ട് കാണുന്നുണ്ട്. കാരണം അവർക്ക് ഒരു ഗിൽറ്റ് ഫീലൊക്കെ തോന്നുന്നുണ്ട്. ഒരുപാട് പേരുടെ വാക്കുകൾ അവർ വിശ്വസിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് അവരെ തെറ്റായ രീതിയിൽ, ചിലപ്പോൾ അത് ആ ഒരു കാര്യങ്ങൾ കേട്ട് അവർ പല രീതിയിലായിട്ട് സഞ്ചരിച്ചിട്ട് ഉണ്ടാവാം. സോ അന്നേരം ആയിരിക്കും അവർ മനസ്സിലാവുന്നത് പല കാര്യങ്ങളും അബദ്ധമായിരുന്നു എന്നുള്ളത്. സോ അവർ ഒരുപാട് ജെന്യുവൻ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. സോ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ പെട്ടെന്ന് വിശ്വസിക്കുന്ന അത്തരം ഒരു ക്യാരക്ടറാണ്. സോ അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ ഒരു ഗിൽറ്റ് ഫീലൊക്കെ തോന്നുന്നുണ്ട്. പല കാരണങ്ങളും കൊണ്ടും ചിലപ്പോൾ പല കാര്യത്തിലും നിങ്ങളെ അവർക്ക് അവോയ്ഡ് ചെയ്യേണ്ടി വന്നത്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് മറ്റുള്ളവരുടെ വാക്ക് കേൾക്കുന്നതിന് പകരമായിട്ട് അവരുടെ ലൈഫിലുണ്ടായ പ്രശ്നങ്ങൾക്കായിരിക്കാം ഒരു സൊല്യൂഷൻ എന്നോണം മറ്റുള്ളവർ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ കൂടിയും ചിലപ്പോൾ അബദ്ധമായിട്ടുണ്ടാവാം. സോ അപ്പോഴൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നാൽ മതിയായിരുന്നു. ഇപ്പം നിങ്ങൾ കൂടി അവരുടെ ലൈഫിൽ ഇല്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അവർ ഒരുപാട് ഈ ഒരു സമയത്ത് വിഷമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൺട്രോൾ എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. അത് ഈ ഒരു കാർഡിൽ നിന്ന് വ്യക്തമാണ് അവർ ഒരു ലോൺലൈനെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടെ വിഷമങ്ങൾ അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അവർക്കത് ചിലപ്പോൾ പലപ്പോഴും കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത രീതിയിലേക്ക് മാറുന്നുണ്ട്. ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന അവസ്ഥ. കാരണം നിങ്ങൾ പോലും അവരുടെ കൂട്ടിൽ ഇല്ലല്ലോ, അല്ലെങ്കിൽ ഒരു ഒരു സപ്പോർട്ടിന് മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് കെയറിങ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളായിക്കോട്ടെ. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും ഫിനാൻഷ്യലി ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാനുള്ള സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ കൂടി നിങ്ങൾ ഒരു മെൻ്റൽ സപ്പോർട്ടിനൊക്കെ തന്നെ അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് അവർക്ക് ഈ ഒരു സമയത്ത് ഒരുപാട് ആവശ്യമായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ആ ഒരു വ്യക്തി ഇപ്പോൾ ഈ ഒരു സമയത്ത് മിസ് ചെയ്യുന്നതായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾ തമ്മിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത്. ഒരു പാസ്റ്റ് ലൈഫ് എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പേഷ്യൻസ് പലപ്പോഴും അവർക്ക് പേഷ്യൻസ് നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അവർ കഴിവതും ഒരു ക്ഷമയോടുകൂടി തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നോക്കി കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനിയും നിങ്ങളിലേക്ക് വരാൻ സാധിക്കും എന്നുള്ള ആ ഒരു എക്സ്പെക്റ്റേഷൻ അവർക്കുണ്ട്. ഈ ഒരു സമയത്ത് പോലും അവർ ആ ഒരു എക്സ്പെക്റ്റേഷനെ മുറുക്കി പിടിക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ റീബർത്ത് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിറയെ ഒരുപാട് ഒരു ഗിൽറ്റ് ഫീലൊക്കെയാണ്, അല്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്, ഭയങ്കര ടൈഡപ്പ് സിറ്റുവേഷനിലാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ഉള്ളത്. എന്നാൽ കൂടിയും അവരുടെ ലൈഫിൽ അവർ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ടുള്ള ഒരു റീബർത്ത് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണം എന്ന് തന്നെ അവർ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റേഷൻ അവർ വെക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് പോലും ഇത്രയധികം ടയർഡായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവർക്ക് ഇനി ഒന്നുമില്ല ലൈഫിൽ, മുന്നോട്ട് ഒരു കാര്യത്തിലും അവർക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത്തരം ഒരു അവസ്ഥയാണെങ്കിൽ കൂടിയും അവർക്ക് അവരുടെ ലൈഫിൽ
ഏറ്റവും കൂടുതൽ വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ഒരു റീബർത്ത് തന്നെയാണ്. സോ അത് തന്നെയാണ് ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് പോലും ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണം. എന്താണ് ചെയ്യേണ്ടതെന്ന് ചിലപ്പോൾ അവർക്ക് പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഏത് രീതിയിൽ നിങ്ങളെ ഒന്ന് ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ശക്തി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ന്യൂ റീബർത്ത് കൊടുക്കണം എന്നൊക്കെ തന്നെ ചിലപ്പോൾ അവർക്കൊരു ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും അവർ. എന്നിരുന്നാലും അവർക്ക് ഏത് വിധേനയാണെങ്കിലും നിങ്ങളിലേക്ക് എത്തണമെന്ന് ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അതായത് ഒരു എനർജി, അതായത് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ആരാണ് യഥാർത്ഥമായിട്ട് അവരെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് അവരുടെ കൂടെ നിന്ന് അവരെ ചതിക്കുന്നത്, ആരാണ് മീൻസ് അവർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള അത്ര പെട്ടെന്ന് തന്നെ ചിലപ്പോൾ അവരെ എല്ലാവരെയും ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ട് എല്ലാവരെയും വിശ്വസിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ്. സോ അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് പേരുടെ വാക്കുകളിൽ പല രീതിയിൽ അവർക്കിപ്പോൾ ഡൈവേർട്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ലൈഫ് സിറ്റുവേഷൻ. എന്നാലും ഈ ഒരു സമയത്ത് അവർക്ക് അത്തരം ഒരു എനർജി കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആരാണ് നല്ലത്, അല്ലെങ്കിൽ ആരാണ് അവരെ വെറുക്കുന്നത്, അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് അവരെ ചീറ്റ് ചെയ്യുന്നത് ആരാണ് എന്നൊക്കെയുള്ള ഒരു കാര്യം അവർക്ക് ഈ ഒരു സമയത്ത് മനസ്സിലാവുന്നുണ്ട് കുറേയെങ്കിലും. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് അവർ തയ്യാറെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഈ ഒരു സമയത്ത് അത്തരം ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റു പലരും, അല്ലെങ്കിൽ ഇവർക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന ആളുകൾ പോലും, ഇവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊക്കെ കരുതിയിട്ടുണ്ടായിരുന്ന ആളുകൾ പോലും ഇവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവർക്ക് ഒരു സമയത്ത് മനസ്സിലാവുന്നുണ്ട്. പല കാരണങ്ങളാലും അവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തിയെ യൂസ് ചെയ്തു എന്നുള്ള കാര്യമൊക്കെ തന്നെ അവർക്ക് ഈ ഒരു സമയത്ത് മനസ്സിലാവുന്നുണ്ട്. പല വ്യക്തികളുടെയും പൊയ്മുഖങ്ങൾ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് തിരിച്ചറിയുന്നുണ്ട്. സോ അത്രത്തോളം ഒരു ഒരു തിരിച്ചറിവിൻ്റെ ഒരു ടൈമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഈ ഒരു വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് സ്ട്രഗിൾസ് നിറഞ്ഞതാണെങ്കിൽ കൂടി ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ആരായിരുന്നു ശരി, അല്ലെങ്കിൽ ആരായിരുന്നു അവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവരോട് പുറമേ ചിരിച്ചുകൊണ്ട് തന്നെ എങ്ങനെ അവരെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആരാണ് എന്നൊക്കെ തന്നെ അവർ മനസ്സിലാക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അവരെ കാണുമ്പോൾ ചിലപ്പോൾ അവർ ആക്റ്റീവായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര പ്ലസൻ്റ് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാമായിരിക്കും. പക്ഷേ അവരുടെ ഉള്ളിൽ അവർ ഒരുപാട് കരയുന്നുണ്ട്. അവർ പുറമേ ചിരിച്ചുകൊണ്ട് തന്നെ അവരുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഒതുക്കുന്നുണ്ട്. സോ അത്രത്തോളം ഒരു പെയിൻ ആ ഒരു വ്യക്തി അനുഭവിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു ടൈഡപ്പ് സിറ്റുവേഷനിലാണെന്ന് വീണ്ടും അറിയിക്കുന്നൊരു ഒരു കാർഡായിരുന്നു 5 ഓഫ് സ്വാർഡ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എനർജിയിൽ നിന്ന് മനസ്സിലാവുന്നത് കുറച്ച് പേർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട്. ഇതിപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങൾ ഒന്നിച്ച് പോകുന്നവരായിക്കോട്ടെ, ഇപ്പോൾ സെപ്പറേഷനിൽ അയക്കുന്നവരായിക്കോട്ടെ, എന്നിരുന്നാലും കുറച്ച് ടോക്സിക് ആയിട്ടുള്ള ഒരു ഒരു കൂട്ടം ആൾക്കാർ നിങ്ങളുടെ ഇടയിലുണ്ട്. അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും അത് ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ്, ഒരു കരിയറിൽ ഒരു ജീവിത സാഹചര്യങ്ങളായിരിക്കാം. പക്ഷേ കുറച്ച് പേർക്കെങ്കിലും അതൊരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു രീതിയിലും മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നത് കാണാൻ ഇഷ്ടമില്ലാത്ത കുറച്ച് പേരായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ മേ ബി ഈ ഒരു വ്യക്തിയുടെ അടുത്തുള്ള ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, ഈ ഒരു വ്യക്തിയെ ഇപ്പോൾ നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചാൽ കൂടിയും അതിന് ഡൈവേർട്ട് ചെയ്ത് വിടുന്ന രീതിയിൽ ഈ ഒരു വ്യക്തിയെ പിന്തിരിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞു കൊടുത്ത് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സോ അത്തരം ഒരു ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഒരു ഡിസിഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് തയ്യാറാവുന്ന ഒരവസ്ഥയിൽ പോലും ആ ഒരു കാര്യത്തിൽ നിന്നൊക്കെ തന്നെ ഈ ഒരു വ്യക്തിയുടെ മനസ്സിനെ തിരിപ്പിക്കുന്ന രീതിയിൽ, വേറൊരു രീതിയിലേക്ക് തിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന രീതിയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, കുറച്ച് ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് അസ്വസ്ഥമാക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ തന്നെയും ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് പോലും ആ ഒരു വ്യക്തി മനസ്സിൽ ഒരുപാട് ഇഷ്ടമുണ്ടെങ്കിൽ കൂടിയും അതൊന്നും തന്നെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് പോലും നിങ്ങളറിയാത്ത രീതിയിൽ തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് രീതിയിലുള്ള ഇഷ്ടങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രണയമുണ്ടെങ്കിൽ തന്നെയും അത് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു പോസിബിലിറ്റി ഉണ്ടാകുന്ന സമയത്ത് പോലും അതിനെ പിന്തിരിപ്പിക്കാനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അല്ലെങ്കിൽ ഈ ടോക്സിക് ആയിട്ടുള്ള കുറച്ച് പേര് ഈ റിലേഷൻഷിപ്പിനിടയിൽ ഉണ്ട്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള തന്നെയുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് ആ ഒരു വ്യക്തി ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്, ആ ഒരു ഭയങ്കരമായിട്ട് മനസ്സിലാകുന്നുണ്ട് ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തിക്ക് ആരായിരുന്നു അവരെ ചിരിച്ചുകൊണ്ട് അവരെ
ചീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ അവരെ യൂസ് ചെയ്തത് ആരാണ്, അവരെ യഥാർത്ഥത്തിൽ അവരെ സ്നേഹിക്കുന്നത് ആരാണ് എന്നൊക്കെയുള്ളൊരു കാര്യം ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവർ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ കുറെയെങ്കിലും മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് ഉണ്ടാവണം എന്നൊക്കെ ഒക്കെ തന്നെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ആഗ്രഹമാണ് ഈ ഒരു സമയത്ത് റീബർത്ത് ഉണ്ടാവണം എന്നുള്ളതൊക്കെ തന്നെ. പലപ്പോഴും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളിലേക്ക് എത്താനായിട്ട് മറ്റു പലരും ഈ ഒരു വ്യക്തിയെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ടാണ് ഇവിടെ ഒരു എനർജി കാണുന്നത്.